ചെമ്പനിപ്പൂ സീരിയലിലെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകാന്തും വർഷയും തിരിച്ച് വീട്ടിലേക്ക് വരാത്തതിന് മൊത്തം കാരണം രേവതിയാണെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രമതിയുടെ അടുത്ത്, ഇവിടെ കിടന്ന് തുള്ളു അല്ലാതെ ഇത്രയും നാളായിട്ട് നിങ്ങൾ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. വർഷയെ പോയിട്ട് കണ്ട് സംസാരിച്ച കാര്യങ്ങളെ രേവതി പറയുന്ന സമയത്ത് ചന്ദ്രമതിക്ക് തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവാണ് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. റൂമിലിരുന്നിട്ട് നമ്മുടെ രേവതി തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വന്ന് കാണുന്ന സച്ചി ചോദിക്കുന്നുണ്ട്, വലിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. ഇല്ലല്ലോ, തുണി മടക്കി വെച്ചതിന് ശേഷം വേണം എനിക്ക് ബാക്കി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നീ എന്താ എന്റെ അടുത്ത് കളിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് രേവതി. നീ ചോദിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്തു എന്നാണ്. നീ ഭയങ്കര സമാധാന പറവയെ പോലെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലായില്ല സച്ചിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്. ചുറ്റി വിളക്കാതെ കാര്യം പറയാൻ വേണ്ടി പറയാണേ. നീ എന്തിനാ വർഷയെ കാണാൻ വേണ്ടി പോയത്, ആരോട് ചോദിച്ചിട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണേ. നിങ്ങൾ എന്തിനാ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി പോയത്, ആര് പറഞ്ഞിട്ടാ പോയത്, എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ പോയതെന്നൊക്കെ തിരിച്ച് ചോദ്യം പോലെ ചോദിക്കാണ് രേവതി. ഞാൻ എന്റെ അനിയനെ പോയി കണ്ട് സംസാരിച്ചു, അത് നിന്റെ അടുത്ത് ചോദിക്കണോന്ന് ചോദിക്കുകയാണേ. വർഷ എനിക്ക് അനിയത്തി പോലെയാണ്, അവളുടെ അടുത്ത് പോയിട്ട് ഞാൻ സംസാരിച്ചു, അതിന് ഞാൻ ആരോടാ ചോദിക്കേണ്ടത്. പിന്നെ വലിയൊരു അനിയത്തി വന്നിരിക്കുന്നു, അവൾ ഒറ്റ ഒരുത്തിയാണ് ശ്രീകാന്തിനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്തത്. അവനാണെങ്കിൽ പാവം വീടില്ലാത്തതുപോലെ ഹോട്ടലിൽ കിടക്കുവാണ്. അവനോട് ആരും അവിടെ പോയി നിൽക്കാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ. വെറുതെ വർഷയെ കുറ്റം പറയുന്നു വേണ്ട, അവളുടെ സ്ഥാനത്ത് ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എങ്ങനെ ആരോടും പറയാതെ പോയിട്ട് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരു ദേഷ്യത്തില് അവൾ അവിടെ പോയി നിന്നു എന്ന് കരുതിയിട്ട് അങ്ങനെ വിടാൻ വേണ്ടി പറ്റുമോ? സച്ചിയേട്ടൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. അച്ഛനാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് വരാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇന്നലെ രാത്രിയും അതിനെക്കുറിച്ചല്ലേ സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ടാണ് സച്ചിയേട്ട ഞാനും വർഷയെ പോയി കണ്ട് സംസാരിച്ചിട്ട് വന്നത്. നോക്ക് സച്ചിയേട്ട, വീട്ടിൽ നടന്ന പ്രശ്നം കാരണം ആരും സന്തോഷത്തിലല്ല ഉള്ളത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കും സമാധാനമില്ല, ശ്രീകാന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്, എന്റെ അമ്മയോ? നീ കണ്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെ? വരാനുള്ള സ്വത്ത് വന്നില്ലെങ്കിലോ എന്നുള്ള ആലോചിച്ചിട്ടുള്ള ഭയമാണെന്നുള്ള കാര്യം പറയാണ്. സമാധാനം ഇല്ലാത്തത് കൊണ്ടാണോ നിന്നെ എല്ലാത്തിനും കുറ്റം പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ശ്രീകാന്തിനെ കുറിച്ച് ഓർത്തിട്ട് എങ്ങനെ അവര് സങ്കടപ്പെടാതിരിക്കുക? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സ്വന്തം അമ്മയല്ലേ. എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കളെ കുറിച്ച് ഓർത്തിട്ട് സങ്കടം ഉണ്ടാവില്ലേ? ഇപ്പൊ നാളെ നമുക്കൊരു പയ്യൻ ജനിക്കാൻ വേണ്ടി പോവുകയാണെങ്കിലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്ത് നമുക്ക് ജനിക്കാൻ വേണ്ടി പോവാണെന്നോ? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോ നീ ഞാന് ഇതെന്നൊക്കെ പറയണട്ടോ സച്ചിയേട്ടന് ഇപ്പൊ എന്തിനാ പൊട്ടിപ്പോയ റേഡിയോ മാതിരി ഇങ്ങനെ വിട്ട് സംസാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ പിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തായാലും നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മുടെ വാക്കിനെ എതിർത്ത് പോവില്ല എന്ന് പറയുമ്പോ അതൊക്കെ നമ്മൾ നടക്കുന്ന വിധം പോലെ ഇരിക്കും. വീട് പഴയതുപോലത്തെ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം തീരണം. ശ്രീകാന്തും അതുപോലെ വർഷയും ഉടനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരണം. അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും വരണം എന്നുള്ള കാര്യം പറയാണ്. വർഷയും ശ്രീകാന്തും വരുന്നത് ഓക്കെ, പക്ഷേ പൗഡർ എടുത്തിട്ട് അച്ഛൻ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, മലേഷ്യക്ക് പോയിട്ട് അവിടുത്തെ ജയിലിലെ ചാവി എടുത്തിട്ട് തുറന്ന് എങ്ങനെയെങ്കിലും അവരെ ഓടിച്ചു കൊണ്ടുവരട്ടെ എന്നുള്ള കാര്യം ചോദിക്കും. ചുമ്മാ കളി പറയാത്ത സച്ചേട്ട എന്നുള്ള കാര്യം പറയുമ്പോ ആര് കളി പറഞ്ഞു എന്നാ? അയാൾ വരുന്നതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ആദ്യം ആ പെണ്ണ് പറഞ്ഞ കഥ തന്നെ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിലെന്തോ ഒരു മർമ്മമുണ്ട്, അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സംസാരിക്കാണ്ടിരിക്കെ ആദ്യം ശ്രീകാന്ത് വർഷയും വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് എന്താണോ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് വെച്ചാല് അത് ചെയ്യേ. ഞാൻ ശ്രീകാന്തിനെ വിളിച്ചു, നീയാണെന്നുണ്ടെങ്കിൽ വർഷയെ പോയി കണ്ട് സംസാരിച്ചു. ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതുവരെ അവര് വന്നിട്ടില്ലല്ലോ, എന്താന്നുള്ള കാര്യം രേവതി ഭയങ്കര കാര്യമായിട്ട് ചോദിക്കാണ് കേട്ടോ. നമ്മൾ നേരെ ചെന്നിട്ട് ആ മധുസൂദനെ രണ്ട് തട്ട് തട്ടിയിട്ട് മര്യാദക്ക് മോളെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറയാണേ. അല്ല സച്ചേട്ടാ, ഒരു തവണ കൊടുത്തതൊന്നും പോരെ നിങ്ങൾക്ക്? അതിന് തന്നെ ഇത്രയും വലിയ പ്രശ്നമായി. അല്ലാണ്ടപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഒരു തവണ അടിച്ചാലും 10 തവണ അടിച്ചാലും ഒരേ ചീത്തപ്പേര് തന്നെ വരാൻ വേണ്ടി പോകുന്നത്. ഇനി 2 കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവര് തന്നെ ഇങ്ങോട്ട് അയച്ചോളും. നിങ്ങളെ ഒന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല എന്നും എന്ത് പറഞ്ഞിട്ടാ മനസ്സിലാക്കേണ്ട എന്നുള്ള കാര്യവും അറിയില്ല. വായ വെച്ചിട്ട് ചുമ്മാതിരുന്നാ മതി, അത് തന്നെ ധാരാളം എന്നൊക്കെ പറയണം കേട്ടോ. സച്ചിന്റെ സംസാരം കേൾക്കുമ്പോ രേവതി മടക്കി വെച്ച തുണികളെല്ലാം സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട്, എന്തായാലും വർഷയുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ ഒരു സമാധാനമായിക്കോളും അവള്.
അവർ തന്നെ തിരികെ വീട്ടിലേക്ക് വന്നോളും. എന്തായാലും നിങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് കബോർഡിനകത്ത് വെക്കി, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് പോവാണേ. സച്ചി ആ തുണിയും പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നവീനാണെന്നുണ്ടെങ്കിൽ പാർലറിലേക്ക് വരുവാണ് കേട്ടോ. മീര ഫ്രണ്ട് തന്നെ ഉണ്ട്. അവനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നു എന്നുള്ള കാര്യം. ഞാൻ എന്തിനോ വന്നോട്ടെ, നിനക്കെന്താ ജോലിയും കൂലിയൊന്നുമില്ല, നീ എന്താ എപ്പോഴും ഇവിടെ എന്നുള്ള കാര്യം മീരയുടെ അടുത്ത് തിരിച്ചു ചോദിക്കാണ് കേട്ടോ. ഞാനിവിടെ വരെ പോകട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരരുതെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്, പോവാൻ വേണ്ടി പറയാണേ. ഞാൻ വരണോ വേണ്ടയോ എന്നുള്ള കാര്യം നീ തീരുമാനം എടുക്കരുത്. അയ്യോ ഇത് ലേഡീസ് പാർലറാണ്, ഇവിടെ ഒന്നും വരാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് നിനക്ക് അറിയില്ലേ? അതെനിക്കറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിനക്കറിയാലോ. കല്യാണിയെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യം നിനക്കറിയില്ലേ? നീ എന്താ പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന് മീര ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയേണ്ട അടുത്ത് പറഞ്ഞോളാം. എവിടെ ശ്രുതി, ഉള്ളിലാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഉള്ളിലേക്ക് അങ്ങ് തട്ടിക്കയറുവാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണി എന്ന് വിളിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട്. ഇവനെന്തിനാ ഉള്ളിലേക്ക് കയറ്റി വിട്ടേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് കേൾക്കണ്ടേ, അതിനു മുമ്പ് ആ ഉള്ളിലേക്ക് കയറി പോന്നു. തുറന്നു കിടക്കുന്ന വീട്ടിലാണ് ഓരോന്ന് എഴഞ്ഞ് കയറുക എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവൻ അടഞ്ഞിടത്തും കയറുന്നുള്ള കാര്യം പറയുമ്പോൾ പറയാതെ പറയുന്നത് ഞാൻ നായാണെന്നുള്ള കാര്യമല്ലേ നീ പറഞ്ഞു വരുന്നത്. എന്നാൽ നിന്റെ ഫ്രണ്ടിനെ കാണിച്ചു കൊടുക്കാതെ ഇത്രയും നാൾ നന്ദിയുള്ള നായായിട്ടല്ലേ ഞാൻ നിന്നത്, അത് മറക്കണ്ട. എടി അവൻ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പേ ഇളകുന്നതിന് മുമ്പ് കോർപ്പറേഷനിൽ പിടിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും മീരയുടെ അടുത്ത് നിൽക്കുമെന്ന് പറയാണ് കേട്ടോ ശ്രുതി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് മാറ്റം തോന്നില്ലേ, പുതിയ കല വന്നതായിട്ട്. ഇത് കേൾക്കുമ്പോൾ മീര പറയുന്നുണ്ട് കേട്ടോ, 2 മിനിറ്റ് നിന്നെ നന്നായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല ചെയ്യാനാ തോന്നുക എന്നുള്ള കാര്യം നിന്റെ കൗണ്ടറൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. ആദ്യം വന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് എന്നുള്ള കാര്യം. നീ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണോ, നിനക്ക് വൈഫും ഒരു മകനും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറ. എല്ലാം നീ കാരണം വിട്ടുപോയില്ലേ. ഞാനും പോയിട്ട് ഒരുപാട് സംസാരിച്ചു, എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എന്റെ ഭാര്യ പറഞ്ഞു. എനിക്കും എത്ര നാളെ കല്യാണി തനിയെ നിൽക്കാൻ വേണ്ടി പറ്റുക, എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണ്ടേ. എന്താ നിനക്ക് കയ്യും കാലൊന്നും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും മീര ചിരിക്കാണ് കേട്ടോ. അതൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും എനിക്കൊരു കൂട്ട് വേണ്ടേ. പെണ്ണിനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മീരയെ നോക്കുമ്പോ നിന്നെ ഞാൻ കൊല്ലുന്നു പറയാണ് കേട്ടോ മീര. നിന്നെ പോലത്തെ വായാടിയുടെ കൂടെയൊക്കെ ആർക്കെങ്കിലും ജീവിക്കാൻ വേണ്ടി പറ്റുമോ? വേറെ അടക്കം ഒതുക്കമുള്ള നല്ല പെണ്ണിനെ തന്നെയാണ് കണ്ടത്. കല്യാണ തീയതിയും കുറിച്ചു സിമ്പിൾ ആയിട്ടാണ് നടത്താൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 1 ലക്ഷം രൂപ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ATM മെഷീനെ തേടി വന്നത്. മനസ്സിലായോ കല്യാണി? എന്താ നീ കളിക്കാണോ? പെട്ടെന്ന് തന്നെ വന്നിട്ട് 1 ലക്ഷം രൂപ ചോദിക്കുന്നു. ഓൾറെഡി ഞാൻ നിനക്ക് ഒരുപാട് പണം തന്നിട്ടുണ്ട്. നീ ദിവസവും എന്നെ വരട്ടി പണം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തെറ്റാണ്. നീ ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ മോശപ്പെട്ടവൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിന്റെ അടുത്ത് എനിക്കൊരു കല്യാണം നടന്നതാണെന്നും ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ പോലെയല്ല, തെറ്റ് ചെയ്യുന്നത് നീയാണ്. നിന്നെ കാണിച്ചു കൊടുക്കാതെ ഞാൻ നല്ലതാണ് ചെയ്യുന്നത്. അതിനുള്ള പ്രത്യുപകാരം നീ തന്നേ പറ്റുള്ളൂ കല്യാണി എന്നുള്ള കാര്യം പറയുമ്പോൾ എന്റെ കയ്യിൽ അത്രയും പണം ഇല്ല. അതൊന്നും എന്റെ പ്രശ്നമല്ല എന്നും എന്റെ കല്യാണത്തിന് ചെലവിന് എനിക്ക് പണം വേണം. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ബയോഗ്രഫി മൊത്തമായിട്ട് ഞാൻ നിന്റെ ഭർത്താവിനെയും അമ്മായിയപ്പനെയും അറിയിക്കും. അവരുടെ എല്ലാവരുടെയും നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പൊ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം പുറത്താണെന്നുണ്ടെങ്കിൽ ശ്രുതി വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ബിസിയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെ മാഡം കുറച്ച് ബിസിയാണ്, എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് പോകാൻ പറ്റാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിന്ന് മീരയും അതുപോലെ ശ്രുതിയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എടി ശ്രുതി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മീര വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നവീന്റെ അടുത്ത് ഒളിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ എന്റെ പണം എന്നുള്ള കാര്യം നവീൻ ചോദിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് തരാൻ നീ ആദ്യം പറയുന്നത് പോലെ ഞാൻ സംസാരിച്ചോളാം, നീ നിന്റെ പണി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാഫിന്റെ അടുത്ത് തട്ടിക്കയറിയിട്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി വരുവാണ് കേട്ടോ. എന്താ ശ്രുതി ഇത്, നിന്റെ സ്റ്റാഫ് എന്നെ പോലും അലോ ചെയ്യാത്ത എന്താ ഇങ്ങോട്ട്? അങ്ങനെയൊന്നും ഇല്ലാന്ന് ശ്രുതി പറയുന്നുണ്ട്. അതൊക്കെ വിട്. അപ്പോഴേക്കും മീര അവനെ കൊണ്ട് ഒളിപ്പിച്ചതിന് ശേഷം വരുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ട് വന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ മീര ശ്രുതിയുടെ അടുത്ത്. അല്ല, ഞാൻ ഇങ്ങോട്ട് എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വരുന്നതിന് ആരെടുത്താ പറയേണ്ടതെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതല്ല ശ്രുതി, ക്ലയൻസ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ചിലർക്ക് ജെൻസ് വന്നാൽ ഇഷ്ടപ്പെടില്ല എന്ന് പറയണേ. അതിനിപ്പോ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ശ്രുതി. ശരി നീ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ. അല്ല ശ്രുതി എന്താ പെട്ടെന്ന് വന്നത്? ഞാൻ പുറത്തൊക്കെ പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. എന്തിനു വേണ്ടിയിട്ട് എന്ന് ശ്രുതി ചോദിക്കുമ്പോ അല്ല കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് 14 ലക്ഷം രൂപ വേണമല്ലോ. കിട്ടുന്നത് മാതിരിയില്ല. ഞാനാണെങ്കിൽ ബാങ്കിൽ ലോണിനെ കുറിച്ച് അന്വേഷിച്ചു. എന്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പോലുമില്ല 6 മാസത്തേക്ക്. പിന്നെ എങ്ങനെ തരുന്നെന്നുള്ള കാര്യം ചോദിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അതുകൊണ്ടാണ് ശ്രുതി വേറെ ജോലിക്ക് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കിട്ടിയ ജോലി എന്തിനാ വിടുന്ന ശ്രുതി എന്നുള്ള കാര്യമാണ് കേട്ടോ തിരിച്ച് ശ്രുതി ചോദിക്കുന്നത്. അത് മാത്രമല്ല പണം കെട്ടാനുള്ള ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛനിലൂടെ പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണേ.
ഇത് കേൾക്കുമ്പോൾ മീര പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ചെയ്യില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, പക്ഷേ നിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും പണം ഉണ്ടാവില്ലേ എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ അച്ഛന്റെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ സുധി. നിന്റെ ഇളയച്ചനില്ലേ, അവരുടെ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ചോദിച്ചു നോക്ക് ശ്രുതി. 14 ലക്ഷം മാത്രം മേടിച്ചു തന്നാൽ മതി. എന്താ സുധി, നീയും എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എപ്പോ നോക്കിയാലും പണം പണം പണം. ഞാൻ എന്താ പണം കഴിക്കുന്ന മരമാണോ? എല്ലാവരും എന്തിനാ എന്റെ അടുത്ത് പണം ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പൊട്ടിത്തെറിക്കുവാണേ. ശ്രുതി എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനല്ലാതെ വേറെ ആരാ നിന്റെ അടുത്ത് പണം ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ മീര പറയുന്നുണ്ട്, അതല്ല, അവളുടെ അടുത്ത് ബാങ്കിൽ ലോണ് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ശ്രുതി, നിനക്ക് എന്റെ സിറ്റുവേഷനെ കുറിച്ച് അറിയില്ലെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ തിരിച്ച് ശ്രുതി പറയുന്നുണ്ട്, എന്റെ സിറ്റുവേഷൻ കുറച്ച് മനസ്സിലാക്കും ശ്രുതി. എന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നോ? വേറെ ജോലി നോക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നീ അതും കേൾക്കില്ല എന്ന് പറയുമ്പോ എന്താ ശ്രുതി ഇത്? ഈ സമയത്ത് പോലും ശ്രുതി, നീ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യില്ലേ? എനിക്ക് ഇപ്പൊ ആരുടെ പോയിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റില്ല സുധി എന്ന് പറയുമ്പോ അപ്പോ ആരും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല അല്ലേ എന്ന് സുധി. എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നിനക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് നിന്റെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി ചോദിക്കേ. അവരുടെ അടുത്ത് അതിന് മാത്രം പണം എവിടെയുള്ളതെന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോ വീടുണ്ടല്ലോ. അച്ഛക്ക് വേണ്ടിയിട്ട് ആധാരം പണയം വെച്ചിട്ട് സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തില്ലേ അങ്കിള്? അതേ ആധാരം വെച്ചിട്ട് നിനക്കെന്താ പണം തരാൻ വേണ്ടി പറ്റില്ലേ? ആദ്യം പോയിട്ട് ചോദിക്കേ. നിന്റെ അമ്മയ്ക്ക് നിന്നോട് ഭയങ്കര സ്നേഹമല്ലേ, ആദ്യം അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കേ. എന്തായാലും നീ ടെൻഷനിലാണോ ഉള്ളത്? പക്ഷേ നല്ല ഐഡിയ ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് പോവാണേ. സുധി പോയി കഴിഞ്ഞ ശേഷം മീര ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താടി നീ ഇങ്ങനെ പറഞ്ഞത്? ഇനി ഇവര് പോയി പണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരില്ലേ എന്ന് ചോദിക്കുകയാണേ. വരികയാണെങ്കിൽ വരട്ടെ, എന്റെ അടുത്ത് ചോദിക്കുന്നത് നിർത്തിയാൽ മതി എന്ന് ശ്രുതി. തുടർന്ന് സുധി വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. രവി സോഫയിൽ ഇങ്ങനെ കിടന്നുറങ്ങുവാണേ. അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താണ് സുധി, നീ ഇപ്പൊ വന്നേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അച്ഛ. അച്ഛനെന്താ ഇവിടെ കിടന്നുറങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ തിരിച്ച്. ഞാൻ മൊബൈൽ നോക്കി കിടന്നപ്പോ ഉറങ്ങിപ്പോയെന്ന് രവി. എടാ, നിനക്ക് എവിടെയെങ്കിലും ജോലി ശരിയായോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛൻ, ഞാനൊരു കമ്പനിയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഓവർ ക്വാളിഫൈഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് സെലക്ട് ചെയ്തില്ല എന്ന് പറയാണ്. ഇതൊക്കെ പഠിപ്പില്ലെങ്കിൽ ജോലി കിട്ടില്ലായിരുന്നു, ഇപ്പോ പഠിപ്പ് കൂടിപ്പോയാലും ജോലി കിട്ടാത്ത അവസ്ഥയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രവി, നീ 2 ഡിഗ്രി കുറച്ചിട്ട് ജോലി ചോദിച്ചുകൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അച്ഛൻ, ഞാൻ എന്തിനാ ഇത്രയും പഠിച്ചത്? അത്രയും പഠിച്ചിട്ട് നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ. എനിക്ക് പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടി അച്ഛാ, പക്ഷെ എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ലല്ലോ. ഏത് ആ കാനഡയിലെ ജോലിയെ കുറിച്ചാണോ നീ പറയുന്നത്? അതെ അച്ഛാ, അതിന് ലക്ഷക്കണക്കിന് പണം വേണ്ടതെന്ന് ചോദിക്കുകയാണ് രവി. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ അരികിലേക്ക് ഞാൻ വന്നത്. അമ്മ എവിടെയുള്ളത്? അമ്മ ഒന്നും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെ. അപ്പോഴേക്ക് സച്ചിൻ വരുന്നുണ്ട്. പുറകെ രേവതി ഉണ്ട് കേട്ടോ. സുധിയെ കാണുന്ന സമയത്ത്, അല്ലടാ നീ എവിടെ പോയിട്ട് വരായിരുന്നു? ദിവസവും കണ്ടക്ടർ മാതിരി ജോലി തേടിയിട്ട് പോകുന്നുണ്ട്. എടാ, നീ ഒരു കാര്യം ചെയ്യ്, ഈ ജോലി തേടുന്നത് നീ ഒരു ജോലിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിന് നിനക്ക് ശമ്പളം വരുവാടാ. കണ്ടില്ല അച്ഛ അവൻ എന്നെ കളിയാക്കുന്നതെന്നുള്ള കാര്യം സുധി പറയുമ്പോ, ചച്ചി അവൻ ജോലി തേടി പോയിട്ട് കിട്ടാത്തതിന്റെ വിഷമത്തിലാണുള്ളത്. അച്ഛ, അവൻ എങ്ങനെ ജോലി കിട്ടുക? ജോലി കിട്ടണമെന്ന് വിചാരിച്ച് പോയാലല്ലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. മുതലാളി അവിടെ നിന്ന് വിചാരിച്ചിട്ട് പോവരുത്. അച്ഛ, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ആദ്യം അച്ഛൻ ഇവന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് പറ. അപ്പോഴും ചന്ദ്രമതി എത്തിയിട്ടില്ല കേട്ടോ. അമ്മേ അമ്മേ തന്നെ വിളിക്കുന്നുണ്ട്. ആടാ, നീ എന്തിനെ കിടന്ന് കൂവുന്നത്? ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ചന്ദ്രമതിയെ പിടിച്ച് ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. തുടർന്ന് പറയാൻ വേണ്ടി തുടങ്ങണേ, അച്ഛാ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി പോലെ എന്റെ ലൈഫ് എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് മെല്ലെ ക്ലച്ച് ഇതാക്കിയിട്ട് ഗിയർ പടിപടിയായിട്ട് കുറച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാല് കാർ നിന്നോളൂ. എന്താണ് ഞാൻ കാർ ഓടിക്കുന്നതിന് രസം നിന്റെ അടുത്ത് ചോദിച്ചോന്ന് ചോദിക്കുകയാണെ സുധി. നീയല്ലേ പറഞ്ഞത് ബ്രേക്ക് ഇല്ലാതെ പോവാണെന്ന്? ബ്രേക്ക് ഇല്ലാത്ത വണ്ടി വരെ നിർത്താനുള്ള ഓരോരോ വഴികളുണ്ട്. എന്നാ നീ പക്ഷെ നിന്റെ കാര്യത്തില് അതും നടക്കില്ല എന്ന് പറയണേ. ഇങ്ങനെ പോയാൽ നീ ജീവിതാവസാനം വരെ ചുറ്റിക്കൊണ്ടേയിരിക്കും. എടാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വരിക എന്ന് സുധി പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ മിണ്ടരുതെന്നല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് സച്ചി. അങ്ങനെ നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ചുറ്റി വളയ്ക്കാണല്ലോ. ചുറ്റി വളയ്ക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ എന്ന് രവി. അച്ഛ, ഇനിയും ജോലി തേടി ചുറ്റുന്നതിൽ ഒരു യൂസും ഇല്ല. എനിക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട്. അതെന്റെ പഠിപ്പിനും കഴിവിനും ഒക്കെ അനുസരിച്ചുള്ളതാണ്. ഞാൻ ആ കാനഡ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വെച്ചാ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി, എന്താടാ നീ ഇങ്ങനെ പറയുന്നത്? അമ്മയെ വിട്ടിട്ട് അത്രയും ദൂരം പോണോ? അമ്മ, എന്റെ പഠിപ്പിനനുസരിച്ചിട്ട് ഈ നാട്ടില് എനിക്ക് ജോലി കിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛ എന്തിനാ പഠിപ്പിനനുസരിച്ചുള്ള ജോലി തേടുന്നത്? ഒരു ചെറിയ ജോലിയാണെന്നുണ്ടെങ്കിലും അത് ചെയ്ത് നമ്മുടെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ? ചെറിയ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താ ഉദ്ദേശിച്ചത്? പൂ കിട്ടുന്ന ജോലിയാണോ? നിനക്ക് എന്റെ ക്വാളിഫിക്കേഷൻ എന്താന്നുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കുകയാണെ സുധി.
അല്ലെങ്കിലും പറഞ്ഞ ഞാൻ നിനക്ക് മനസ്സിലാവുമെന്ന് ചോദിക്കുമ്പോൾ ഓ അത്രയും അറിവുള്ളവനാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്താണ് ജോലി ഇല്ലാണ്ട് നടക്കുന്നതെന്ന് സച്ചി. പൂ കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിച്ച് ചെയ്യുന്നതാണ്. നിനക്ക് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് നിന്റെ നടു വളയില്ലല്ലോ. അങ്ങനത്തെ നിന്നോട് അധ്വാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ആരുടെ അഡ്വൈസ് വേണ്ട അച്ഛ, എനിക്ക് കാനഡയിലെ ജോലിക്ക് പോയേ പറ്റുള്ളൂ. അതിൽ എനിക്ക് ഒരുപാട് സമ്പാദിക്കാനും അതുപോലെ തന്നെ എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാനും പറ്റുള്ളൂ. അച്ഛ, അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ വേറെ എന്തോ മനസ്സിൽ കണ്ടിട്ടാണെന്ന് സച്ചിക്ക് മനസ്സിലാവാണേ. എടാ, അവന് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ എന്തിനെ കുറുകെ സംസാരിക്കുന്നത്? ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ശ്രീകാന്തിനെയും വർഷയും ഈ വീട് വിട്ട് പറഞ്ഞയച്ചത്. ഓരോരോ ദരിദ്രവാസികൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറയുന്നത്? മണ്ഡപത്തിൽ വെച്ചിട്ട് അവരെല്ലാരും കൂടി ചേർന്നിട്ട് എന്നെ കള്ളിയാക്കാൻ വേണ്ടി നോക്കി. അതിന് അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്നാ സച്ചേട്ടൻ എന്നെ വിട്ടുകൊടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. വർഷയുടെ അച്ഛന്റെ സംസാരത്തിന് രണ്ടടിയോട് കൂടിയിട്ട് സച്ചേട്ടൻ വിട്ടു എന്നുള്ള കാര്യം വിചാരിച്ച് സമാധാനിച്ചോളൂ. പണ്ടത്തെ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അവരുടെ കൈയും കാലം അടിച്ച് ഒളിച്ചേനെ സച്ചേട്ടൻ. കണ്ടില്ലേ, ഇവള് പറഞ്ഞ് ഇങ്ങനെയാണ് അവനെ ഓരോ പിരികേറ്റി വിടുന്നത്. ഇവള് പറയുന്നത് കേട്ട ഉടനെ തന്നെ സാറിന് ഹീറോ ആണെന്നുള്ളൊരു നനപ്പ് വരും. എല്ലാവരും പിടിച്ചടിക്കും. അച്ഛ, ഞാൻ ഹീറോയൊന്നുമല്ല, പക്ഷേ എനിക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അത് ചോദ്യം ചെയ്തിരിക്കും. എടാ, ഞാനിപ്പോ എന്റെ പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് ശ്രുതി പറയുമ്പോ നീ അത് നിന്റെ അമ്മയോട് പറയടാന്ന് സച്ചി. അവരാണല്ലോ ആടിയിലെ ഓഫറിനെ പോലെ ഇങ്ങനെ അതെന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ആദ്യം ഒന്നും മിണ്ടാതിരിക്കും. ശ്രുതി, നീ ഇപ്പൊ എന്ത് ഐഡിയയിലുള്ളതെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം അത് പറ. അച്ഛ, കാനഡ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാക്സിലെ സാലറി കിട്ടും. അതിന് വേണ്ടിയിട്ട് 14 ലക്ഷം രൂപ കെട്ടണം. അത് കിട്ടുന്ന രീതിയിൽ എനിക്ക് ഏർപ്പാട് ചെയ്യുകയാണെന്നെങ്കിൽ അമ്മയെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അതിനിപ്പോ ഞാൻ എന്താണ് ചെയ്യാ? അതെ അച്ഛ, ഇവന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാല് അമ്മ എന്താ ബാങ്ക് വെച്ച് നടത്തുന്ന പോലെയാണല്ലോ. എടാ സുധി, 14 ലക്ഷം രൂപ നിന്റെ അമ്മ എങ്ങനെ തരിക? അവളുടെ അടുത്ത് ഏതാ പണം? മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കിട്ടും അച്ഛ. അമ്മ തരണമെന്ന് വിചാരിച്ചാ മതി. എടാ, തരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പണം എവിടുന്ന ആകാശത്തു നിന്ന് വരൂ? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പോലും അത്രയും പണം ഇല്ലല്ലോ. അതാണ് പറയുന്നത് മനസ്സ് വെച്ചാ കിട്ടുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ചന്ദ്ര. അതമ്മേ, ഈ വീടുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നൂടെ? ഓ അങ്ങനെ വാ. അപ്പൊ അതാണല്ലേ പ്ലാന്? ഓൾറെഡി നീ അച്ഛന്റെ പണം എടുത്തിട്ട് ഓടിപ്പോയി. ഇതുവരെ നിന്റെ കണ്ണ് എന്താണ് വീട്ടിന്റെ മേലെ പെടാത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോ ആധാരം പണയം വെച്ചിട്ട് അതില് പണം തരാൻ വേണ്ടി പറയുന്നു അല്ലേ? അതെ, ഞാൻ ചോദിച്ചാല് എന്താ തെറ്റുള്ളതെന്നുള്ള കാര്യം സുധി. വീടുള്ള സമയത്ത് ഞാൻ ഇതിന് അവിടെ ഇവിടെയൊക്കെ പോയി അലയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എടാ, കാർ എടുക്കാൻ വേണ്ടിയിട്ട് ആധാരം പണയം വെച്ചിരിക്കുകയാണ്. അറിയാ അച്ഛ, ഈ വീടിന്റെ വാല്യൂ കൂടുതലാണ്. അച്ഛൻ വാങ്ങിയ പണം കുറച്ചല്ലേ ഉള്ളൂ. 14 ലക്ഷം രൂപ ഈസി ആയിട്ട് കിട്ടും അച്ഛ. ലോണ് ടോപ്പ് അപ്പ് ചെയ്യാം. കണ്ടില്ലേ, സെൽഫോണ് ടോപ്പ് അപ്പ് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നത് അവൻ. സച്ചി, ഞാൻ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീ മിണ്ടാതിരിക്കേ. ആ സംസാരിക്കേ. എനിക്കും ഇതിൽ തീരുമാനം എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നീ സംസാരിക്കുന്നത് സച്ചി. എന്നിട്ട് നേരെ സുധി എണീറ്റിട്ട് പോയിട്ട് ചന്ദ്രമതിക്ക് അരികിൽ ഇരിക്കുകയാണ് കേട്ടോ. അമ്മ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ടോപ്പപ്പ് ചെയ്യാം. എനിക്ക് 14 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. അമ്മേ, ഞാൻ കാനഡയിൽ പോയാലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതുവഴി പോകുന്ന തോന്നുന്നത്. ഓൾറെഡി നിനക്ക് 50 ലക്ഷം രൂപ നിന്റെ തലയിലുണ്ട്. അമ്മയുടെ തലയിൽ തൊട്ടിട്ട് നീ സത്യം ചെയ്തതാണ് തിരികെ കൊടുക്കുന്നുള്ള കാര്യം. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോ എക്സ്ട്രാ 14 ലക്ഷം രൂപ റീചാർജ് ചെയ്യാണോ? മൊത്തം എത്രയായി രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ 64 ലക്ഷം എന്ന് പറയാണ് രേവതി. കേട്ടില്ലേ അച്ഛ, ഏകദേശം 1/2 കോടിന് മേലെ. എത്ര കൂളായിട്ടാണ് അച്ഛ അവൻ പണം ചോദിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ മുമ്പ് എടുത്ത പണവും ഇപ്പം മേടിച്ച പണവും എല്ലാം കൂടി ചേർത്ത് ഞാൻ കൊടുക്കടാന്ന് പറയണേ സുധി. തുടർന്ന് രവി പറയുന്നുണ്ട്, അല്ല സുധി, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇവിടെ നാട്ടിൽ പോലും ഒരു മാസത്തിൽ കൂടുതൽ നീ ഒരു കമ്പനിയിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അച്ഛ, അതൊന്നും എനിക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി ആയിരുന്നില്ല. പക്ഷെ ഈ ജോലി എനിക്ക് പെർഫെക്റ്റ് ആണ്. ഇതിൽ ഉറപ്പായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യും അച്ഛ. അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? അമ്മ മാത്രമാണ് ഈ വീട്ടില് എനിക്ക് വിശ്വാസം തരുന്നതും അമ്മയ്ക്ക് മാത്രമേ എന്നെ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയാണേ. മറ്റുള്ളവർ എപ്പോഴും എന്നെ കുറച്ചിട്ടാണ് സംസാരിക്കുകയാണ്. അമ്മ മാത്രമാണ് ഞാൻ വലിയ ആളായിട്ട് വരുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ അമ്മ വിചാരിച്ച് ഞാൻ നടക്കുന്നൊക്കെ പറയണേ. ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഒരു കുലുക്കൂല്ല കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല മറുപടി. അങ്ങനെ ചന്ദ്രമതി ഇരിക്കുകയാണ്. താഴെ ഇരുന്നിട്ട് അമ്മയുടെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ശ്രുതി. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണല്ലോ. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് എന്താ സംസാരിക്കുന്നത്? കണ്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? എന്നാൽ സീരിയസ് അല്ല, ഇവിടെ ഒരുത്തൻ കോമഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സച്ചി. തുടർന്ന് രേവതി പറയുന്നുണ്ട്, ശ്രുതി, നിങ്ങളുടെ ഹസ്ബൻഡ് പുറത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് അച്ഛന്റെ അമ്മയുടെ കാല് പിടിക്കാന്ന് പറയാണ്. അതൊക്കെ ഞാൻ ശ്രുതിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു എന്നും ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മേന്റെ അടുത്ത് വന്ന് പറയുന്നത് എന്നുള്ള കാര്യം അങ്ങ് പറയാണ് കേട്ടോ ശ്രുതി. ഓഹോ, അവിടെ നിന്നാണല്ലേ ബുദ്ധി വന്നതെന്ന് സച്ചി ഓർക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, അല്ല ആന്റി, ഉടനെ തന്നെ പണം വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി പറഞ്ഞു. ഞാനിപ്പോ അത്രയും പണം കൊടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല ഉള്ളത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുവാണേ. പണം തരുവാണെന്നുണ്ടെങ്കിൽ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും വീണ്ടും
ചന്ദ്രമതിയുടെ അടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. സുധിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് അങ്ങനെ മൊത്തമായിട്ട് നിനക്ക് അങ്ങ് തന്നിട്ട് ഞങ്ങളെല്ലാവരും നടുത്തെരുവ് പോയി നിൽക്കണമെന്ന് ചോദിക്കുകയാണേ. എന്താ അമ്മ ഇങ്ങനെ പറയുന്നുള്ള കാര്യം സുജി ചോദിക്കുമ്പോ പിന്നെ എന്താടാ, ഞാൻ വിചാരിച്ചതൊന്നും ഈ വീട്ടിൽ നടന്നിട്ടില്ല എന്നും വരണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും വന്നു ചേർന്നിട്ടില്ല. ഇവിടെ എനിക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ വീട് മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ എനിക്ക് തന്നത് ഇതും നിനക്ക് തന്നിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണം എന്നാണ് നീ പറയുന്നത്. ചന്ദ്രമതി ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് സച്ചിയും രേവതിയും അതുപോലെ രവി അടക്കം ഇങ്ങനെ വാ വിളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അമ്മ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ടല്ലേ സംസാരിക്കുക. ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ആവാൻ വേണ്ടി പറ്റില്ലടാ. നീ പഠിച്ചിട്ടുണ്ടല്ലോ, കാനഡയിൽ പോയിട്ട് സമ്പാദിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടുന്ന് നിനക്ക് എന്താണോ സമ്പാദിക്കാൻ വേണ്ടി പറ്റുക അത് മതി. ഇതിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ രേവതി എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ സ്വപ്നം കാണുമൊന്നും അല്ലല്ലോ രേവതി എന്ന്. അപ്പോഴേക്കും ഒരു നുള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി സച്ചിക്ക്. അല്ല എനിക്ക് മനസ്സിലായി. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, അച്ഛ ഇപ്പോഴാണ് അമ്മ ന്യായത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചത്. ആദ്യമായിട്ട് ഞാൻ വരെ വിചാരിച്ചു അവൻ കേട്ട ഉടനെ തന്നെ അമ്മ എടുത്തു കൊടുക്കോ എന്ന്. പക്ഷെ ഒരു വാക്ക് അത് അമ്മ പറയേണ്ടതുപോലെ തന്നെ പറഞ്ഞു എന്ന് പറയാണ്. എടാ കേട്ടില്ലടാ അമ്മ പറഞ്ഞത്, ഇവിടെ തന്നെ സമ്പാദിച്ച് ആദ്യം കൊടുത്തു തീർക്കാനുള്ള കടമൊക്കെ കൊടുത്തു തീർത്തിട്ട് നിന്റെ സമ്പാദ്യത്തിൽ നീ എവിടെ വേണമെങ്കിലും പോടാ. അമ്മ ഒരിക്കലും ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് സുധി പറയുമ്പോ, എടാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വീടിന്റെ കാര്യത്തിൽ എന്റെ തീരുമാനം ഒരിക്കലും മാറ്റില്ല. നിനക്ക് വേണ്ടിയിട്ട് ആധാരം പണയം വെച്ചിട്ട് ഈ വീട് മൊത്തം പോകാൻ വേണ്ടിയിട്ടാണോ? എന്റെ അച്ഛൻ അവസാനമായിട്ട് എനിക്ക് തന്നതാണ്. അവരുടെ ആത്മാവ് ഈ വീട്ടിലാണുള്ളത്. അതിനിടയ്ക്ക് നമ്മുടെ സബ്ജി കോമഡി ആക്കാൻ വേണ്ടിയിട്ട് അയ്യോ അമ്മച്ച ഇവിടെയാണുള്ളത്, അമ്മച്ചാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി സച്ചി നിർത്തട എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കുകയാണ്. തുടർന്ന് വീണ്ടും സുധി പറയണേ, അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ആലോചിക്കാം അമ്മ. അപ്പോഴേക്ക് സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രുതി ചെന്നിട്ട്, ആന്റി സുധി ചോദിക്കുന്നതല്ലേ, ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് മേടിച്ചു കൊടുക്ക്. എന്താ ആന്റി അച്ഛന്റെ അവസ്ഥ ആന്റിക്ക് അറിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അങ്ങനെയാണെങ്കിൽ അവര് പുറത്തിറങ്ങിയതിനു ശേഷം മേടിച്ചു കൊടുക്ക്. ഞാൻ ഈ വീട് വെച്ചിട്ട് ഇനി ഒരു രൂപ പോലും മേടിച്ചു തരില്ല. സുധീരുടെ അടുത്ത് ഇവിടെ നാട്ടിലേതെങ്കിലും ജോലി നോക്കാൻ വേണ്ടി പറയുന്നു പറയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. സച്ചി കളിയാക്കി സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള കാര്യം സുധി അമ്മയുടെ അടുത്ത് പറയുന്ന സമയത്ത്, അത് നിനക്ക് മനസ്സിലായല്ലോ, ഇനിയെങ്കിലും നീ ഒരു ജോലി തേടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ രവിയും പറയുന്നുണ്ട്, ഇന്ന് നീ ഒരു അമ്മയായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു. നീ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് തോന്നിയത്, നീ ആരംഭത്തിലെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് അവൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയേനെ. ഈ അവസ്ഥയിൽ എത്തിച്ചതേ നീ തന്നെയാണ് അവനെ. കറക്റ്റാണ് അച്ഛാ. അമ്മയുടെ ജീവിതത്തിൽ ഇന്നാണ് ഉരുപ്പടിയായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞത്. അമ്മ ഈ ഒരു തവണയും കൂടി ഒന്നും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് സുധി പറയുമ്പോൾ, അതല്ലേ ഞാൻ പറഞ്ഞത്, ഇനി വീടിന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ കൺമുമ്പിൽ കണ്ടോ വരുന്നെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണേ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്